അപ്പോൾ അതിനകത്തെ സബ് ഹെഡിങ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബൈബിൾ ആൻഡ് ദ ചർച്ച്, അതിനുശേഷം വരുന്നത് ബൈബിൾ ആൻഡ് സയൻസ്, ഒപ്പം ജെനസിസിൻ്റെ 1 to 11 ആയിട്ടുള്ള ഹിസ്റ്ററി ബിഫോർ ഹിസ്റ്ററി എന്നുള്ള പോർഷനും പ്രധാനമായിട്ടും നിങ്ങളുടെ ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. അപ്പം ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു ഹാവ് എ നോളേജ് ഇൻ ദ ബൈബിൾ. അതർവൈസ് ഹൗ ക്യാൻ യു compare the Bible with the science and how can you relate both of these? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബൈബിൾ ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ബൈബിളിനെ 3 ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ജെനസിസ് 1 to 11 അറ്റ് ഫസ്റ്റ് ആൻഡ് ജെനസിസ് 12 to the entire ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് അറ്റ് ലാസ്റ്റ്. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പോർഷനായിട്ടുള്ള ജെനസിസ് 1 to 11 ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ബൈബിൾ ടോട്ടൽ 72 ബുക്സ് ഉണ്ടെന്ന് നമുക്കറിയാം. 46 ആർ ഫ്രം ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് 27 ഫ്രം ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അപ്പം ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ്, മലയാളത്തിൽ നമ്മളതിനെ പഞ്ചഗ്രന്ഥികൾ എന്നാണ് വിളിക്കുന്നത്. 5 ചാപ്റ്റേഴ്സിനെ നമുക്കറിയാം. ലെവിറ്റീസ്, എക്സഡോസ്, ജെനസിസ്, ഡ്യൂട്രോണമി ആൻഡ് നമ്പേഴ്സ്, അങ്ങനെ 5 ചാപ്റ്റേഴ്സാണുള്ളത്. 5 ചാപ്റ്റേഴ്സ് ഓറൽ തോറയിൽ നിന്ന് പിന്നീട് റിട്ടൺ തോറയായിട്ട് വന്ന 5 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പം ആ 5 ചാപ്റ്റേഴ്സ് മോസസ് എഴുതിയെന്നാണ് ഹോളി കാത്തലിക് ചർച്ചിൻ്റെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പം ആ 5 ചാപ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ജെനസിസിൻ്റെ 1 to 11 ആണ് ഹിസ്റ്ററി ബിഫോർ ദ ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം അതിനെ ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം വരുന്ന 27 ചാപ്റ്റർ ബുക്സ് ആർ ഫ്രം ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അതിനുശേഷം നമ്മൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട കുറേ പോയിൻറ്റ്സ് ആണ്. അത് ബൈബിൾ എഴുതിയത് 40 റൈറ്റേഴ്സ് ആണ്. 40 റൈറ്റേഴ്സ്, ദേ ഓൾ ലീവ് ഇൻ ഡിഫറെൻറ്റ് ടൈം പീരീഡ്. നമുക്കറിയാം ബൈബിൾ ഓൾമോസ്റ്റ് റൈറ്റിംഗ് ഇൻ ദ BC ആൻഡ് ഇറ്റ് കൺക്ലൂഡഡ് ഇൻ AD. അപ്പോൾ അത്രയും ടൈം പീരീഡ് അതിന് എടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ഇറ്റ് ടുക്ക് 1500 years ടു കംപ്ലീറ്റ് ദ എൻറ്റയർ ബൈബിൾ വിച്ച് വി യൂസിങ് റൈറ്റ് നൗ, ദ POC ബൈബിൾ. So most of the writers never seen each other. You know the reason, because they all live in different time period and the real author is the Holy Spirit. If 40 writers എഴുതിയെങ്കിലും as we know that the Holy Spirit inspired and coordinate the Bible writing. That's why the Bible, everything is the same, which means if we need any clarification in Genesis, we can go to Revelation, the last chapter, which is written after a long time. അപ്പം അങ്ങനെ നമുക്ക് ബൈബിളിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതും അവരെ എഴുതാൻ ഇൻസ്പയർ ചെയ്തതുമായിട്ടുള്ളത് ഹോളി സ്പിരിറ്റ് ആണ്. അതേപോലെ ബൈബിളിൻ്റെ എയിം എന്ന് പറയുന്നത് സാൽവേഷൻ ഹിസ്റ്ററി, വിച്ച് മീൻസ് രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് മാത്രമാണ് ബൈബിളിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഓൺലി എയിം ഓഫ് ദ ബൈബിൾ. വേൾഡ് ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുക, സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതൊന്നും ബൈബിളിൻ്റെ ഉദ്ദേശമല്ല. ദാറ്റ് ഈസ് നോട്ട് ദ എയിം ഓഫ് ദ ബൈബിൾ. The only aim of the Bible is to explain the salvation history. So the Holy Spirit is concentrate on the salvation history to explain. So also the aim is to explain the relationship between God and the human. Okay, we are just going to the Genesis 1 to 11. This portion of the Bible is known as the history before the beginning of history. As you know, in this portion you can see everything beginning, the beginning of the light, beginning of the world, beginning of the animals, beginning of the human. For me, I personally say ഈ വർഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി ഇയർ കൂടെയാണ്. നമ്മുടെ സഭ ഈ വർഷം ബൈബിൾ പഠനത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക ഇതിനെക്കുറിച്ച്. അപ്പം ഈ ഫസ്റ്റ് നിങ്ങളുടെ പ്രസൻറ്റേഷൻസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസോടെ ഞാൻ വെക്കുന്നത്. പ്രസൻറ്റേഷൻ അല്ലാതെ ഞാൻ ഗ്രൂപ്പിലിടുന്നതായിരിക്കും. അപ്പോൾ 5 സ്റ്റുഡൻസും നിങ്ങൾ പഠിക്കണം എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യമാണിത്. അപ്പം ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ 3 വീഡിയോസ് നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് ഒരു സാൽവേഷൻ ഹിസ്റ്ററി ഇൻ ബൈബിളിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒരു ബിഗിനിങ്ങിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് തോട്ടത്തിൽ Lord is planting the Eden and he put the man in the
ഈദൻ. ആദത്തെയും ഹവ്വയും, ആദം ആൻഡ് ഹീവ് ഈസ് റൈറ്റ് നൗ ഇൻ ദ ഗാർഡൻ ഓഫ് ഈദൻ. അവിടെ പ്ലസൻ്റ് ആയിട്ടുള്ളതും ഫുഡിന് പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് ട്രീസിനെ ലോർഡ് അവിടെ പ്ലാന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം ബൈബിൾ പ്രധാനമായിട്ടും 2 ട്രീയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. The specifically saying about the 2 trees, which is the tree of the life and the second one is the tree of the knowledge of good and evil. ഇത് 2 ട്രീസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ വിച്ച് ദ ഗോഡ് റിസ്ട്രിക്റ്റഡ് ടു ഈറ്റ്, അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളത്. പലപ്പോഴും നിങ്ങളുടെ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചായിരിക്കും പഠിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ദ ട്രീ ഓഫ് ദ ലൈഫ്. ബിക്കോസ് ദ ട്രീ ഓഫ് ദ ലൈഫിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതോടുകൂടി എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇറ്റേണൽ ലൈഫ്, നിങ്ങളുടെ ജീവിതം, ഇമ്മോർട്ടാലിറ്റി അത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. സോ യു വിൽ ബി ഇമ്മോർട്ടൽ. അപ്പം ദേ ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഈറ്റ് ഫ്രം ദ ട്രീ ഓഫ് ലൈഫ് അറ്റ് ദാറ്റ് കണ്ടീഷൻ. അവരുടെ ഇന്നസെൻസിൽ അവരെ നമുക്കറിയാം. ആദം ആൻഡ് ഈവ് എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ഇന്നസെൻറ്റോടു കൂടി അവിടെ പർദീസയിൽ താമസിച്ചിരുന്നവർ. അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ദൈവം കൊടുത്തിരുന്നില്ല, ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നില്ല, ഒരുപാട് ചട്ടങ്ങളുണ്ടായിരുന്നില്ല. അവർക്ക് ആകെ കൊടുത്തിരുന്ന ഒരു നിയമം, ദ ഓൺലി റെസ്ട്രിക്ഷൻ ഓർ ഓൺലി കമാൻഡ്മെൻറ്റ് ഫ്രം ദ ഗോഡ് ഈസ് not to eat from the tree of good knowledge of good and evil. അവരുടെ ആ ഇന്നസെൻസിൽ നിൽക്കുമ്പോൾ അവർക്ക് ആ സമയത്ത് അവരുടെ ശരി അല്ലെങ്കിൽ അവരുടെ ഗുഡ് ആൻഡ് ഈവിൾ സെലക്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. അതാണ് ദ ഫ്രൂട്ട് ഫ്രം ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിളിൽ നിന്ന് കഴിക്കരുതെന്ന് ദൈവം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷിച്ചാൽ അവർക്കത് തിരഞ്ഞെടുക്കാൻ അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു സെലക്ട്. അപ്പോൾ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഗുഡ് എന്താണ്, ഈവിൾ എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളിപ്പോൾ അത് ഭക്ഷിക്കല്ല. ഇഫ് യു ഈറ്റ് ഫ്രം ദാറ്റ് ട്രീ യു വിൽ ഡൈ. എന്തുകൊണ്ടാണ് അവർ മരിക്കുന്നത്? അവർ മരിക്കുന്നതിൻ്റെ കാരണം അവർ തെറ്റെന്താണ് ശരി എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ തെറ്റിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ അവർ മരണത്തിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവം എന്ത് പറയുന്നത്, അതിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന്, അല്ലേ? അപ്പം ഇപ്പോഴും നമുക്കറിയാം ചില ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റുകൾ നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇറ്റ് വിൽ ലീഡ് അസ് ടു ഡൈ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ദൈവം അവരോട് അന്ന് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അത് കഴിക്കരുത്, കാരണം നിങ്ങളുടെ ഗുഡ് ആൻഡ് ഈവിൾ സെലക്ട് ചെയ്യുന്നത് ദൈവമാണ്, നിങ്ങളല്ല. അപ്പോൾ പക്ഷേ ദേ ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഈറ്റ് ഫ്രം ദ ട്രീ ഓഫ് ലൈഫ്. സോ അങ്ങനെയാണ് നമ്മൾ ആദ്യം ഈദനെ കാണുന്നത്. Then what is happening? You may freely eat of every tree of the garden. The tree of good knowledge of good and evil you shall not eat. That's a commandment from the God. അപ്പോൾ അവരത് തെറ്റിച്ചു, അല്ലേ? ആദം ഫസ്റ്റ് eat the fruit from ഈവ് ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഷീ ഗീവ് ടു ദ ആദം, ഹി ഓൾസോ ഈറ്റ്. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് അതറിയാം, അല്ലേ? ദൈവം ആദ്യം തന്നെ അത് മനസ്സിലാക്കും. എല്ലാം അറിയുന്നവനാണ് ദൈവം. അപ്പോൾ പക്ഷേ ദൈവം വന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ദ ലോർഡ് ഗോഡ് സെഡ് ടു ദ വുമൻ, വാട്ട് ഈസ് ദിസ് ദാറ്റ് യു ഹാവ് ഡൺ? ദൈവം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ദർ ഈസ് എ ചാൻസ് ഓഫ് കൺഫെഷൻ ദെയർ. ഈവിന് വേണമെങ്കിൽ അവിടെ വെച്ച് കൺഫസ് ചെയ്യാമായിരുന്നു. But what the Eve is doing at that moment, she is blaming the serpent because of the serpent. സർപ്പൻ്റ് കാരണമാണ് ഞാനത് കഴിച്ചത്. അത് ആദത്തിനോട് ദൈവം ചോദിക്കുമ്പോൾ ആദം എന്താ പറയുന്നത്? ദ വുമൻ വിച്ച് യു ഗീവ് ടു മീ ലീഡ് മീ ടു ദിസ് സിൻ, ഷി കമ്പൽ മീ ടു ഡു ദിസ് സിൻ. അപ്പം അങ്ങനെ ഒരു ബ്ലെയിമിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് അവർ കാണിക്കുന്നത്, അല്ലേ? ദേ ആർ നോട്ട് ഡൂയിങ് എ കൺഫെഷൻ. അവർ കൺഫസ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ട് തീരാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ അതിന് ദൈവം ഒരു അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഡൺ? പക്ഷേ വുമൺ എന്താ പറയുന്നത്? സർപ്പൻറ്റ് gulped me and I ate. The Lord's God said to the serpent. ഇവിടെ എന്താ പറ്റുന്നത്? കേഴ്സ് ഈസ് ഓൺലി ഗോയിങ് ടു ദ കേഴ്സ് ആരിലേക്ക് മാത്രമാണ് പോകുന്നത്? ദ കേഴ്സ് ഈസ് ഓൺലി ഗോയിങ് ടു ദ സർപ്പൻറ്റ്, അല്ലേ? സർപ്പൻറ്റിന് മാത്രമാണ് ഇവിടെ ഒരു കേഴ്സ് കിട്ടുന്നത്. മനുഷ്യന് കേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യന് കേഴ്സ് കിട്ടുന്നില്ല. അറ്റ് ദ മൊമെൻറ്റ് മനുഷ്യന് കേഴ്സ് കിട്ടുന്നില്ല. മനുഷ്യന് കിട്ടുന്നത് ഒരു പണിഷ്മെൻറ്റ് പോലെയാണ്. അവനറിയില്ല, അവന് തെറ്റും ശരിയും തിരഞ്ഞെടുക്കാൻ അറിയില്ല. അപ്പോൾ അവനെ അതിന്
അതിനെ പാകപ്പെടുത്താൻ അല്ലെങ്കിൽ അത് പഠിക്കാൻ, നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻറ്റിനെ വിടുന്ന പോലെ പഠിക്കാനായിട്ട് അവനെ എന്ത് ചെയ്തു? അവനെ ഭൂമിയിലേക്ക് വിട്ടു. ദൈവം ഒരിക്കലും മനുഷ്യനെ പൂർണ്ണമായി ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവനെ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ വിട്ട ശേഷം ദൈവം ഒരിക്കലും അവിടെ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്, അവിടെ നിന്നും മനുഷ്യനിലേക്ക് ഇറങ്ങി വരുവാണ്. ഗോഡ് ഈസ് ഓൾസോ കമ്മിങ് വിത്ത് അസ്. അല്ലേ? ത്രൂ ഔട്ട് അവർ ഹിസ്റ്ററി, ഗോഡ് ഈസ് സാൽവേഷൻ ഹിസ്റ്ററി, വി ക്യാൻ സീ ദ ഗോഡ് ഈസ് വിത്ത് അസ്. അതിനൊരു വലിയൊരു ഉദാഹരണം നെക്സ്റ്റ് പാസേജ് നിങ്ങൾക്ക് കാണാം. ഐ വിൽ പുട്ട് എനിമിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദ വുമൻ ആൻഡ് ബിറ്റ്വീൻ യുവർ സീഡ് ആൻഡ് ഹെയർ സീഡ്. ഷീ ഷാൽ ബ്രൂസ് യുവർ ഹെഡ് ആൻഡ് യു ഷാൽ ബ്രൂസ് ഹിസ് ഹീൽ. അത് നിങ്ങൾ ഒരുപാട് വട്ടം ഇത് പാസേജ് കേട്ടിട്ടുണ്ടാകും. കാരണം ഫസ്റ്റ് പ്രോഫസി ഫ്രം ദ ലോഡ് ഇറ്റ് സെൽഫ്. ഒരുപാട് പ്രോഫറ്റ്സ് പിന്നീട് പ്രോഫസീസ് പറഞ്ഞിട്ടുണ്ട് ജീസസിൻ്റെ വരവിനെ കുറിച്ച്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ തന്നെ പർദീസായിൽ വെച്ച് തന്നെ, പാരഡൈസ് ഇറ്റ് സെൽഫ്, ദ ലോഡ് the Father, the Almighty is saying he will send his own child, his own son to the earth to redeem us. അതിവിടെ പറയുന്നുണ്ടല്ലേ? അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫുഡ് നോട്ട്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ദ സീഡ് ഓഫ് വുമൺ ദാറ്റ് ഈസ് ദ മാൻ കൈൻഡ് ഡിസെൻഡഡ് ഫ്രം ഈവ്. ഡിസെൻഡഡ് എന്ന് പറഞ്ഞാൽ ജനറേഷൻസിനെ അവൻ ഉദ്ദേശിക്കുന്നത്. വിൽ ഇവൻച്വലി ഗെയിൻ ദ വിക്ടറി ഓവർ ദ പവർ ഓഫ് ഈവിൾ. കണ്ടോ? വിക്ടറി ഇവൻച്വലി എങ്ങനെയാണ്? അവർ ഇവൻച്വലി ഗെയിൻ ദ വിക്ടറി ഓവർ ദ പവർ ഓഫ് ഈവിൾ. അവർ നന്മയും തിന്മയും ശരിയായി പഠിച്ച് അതിൽ നിന്ന് നന്മ മാത്രം തിരഞ്ഞെടുത്ത് അവർ വിക്ടറി നേരും എന്നാണ്. അതിനൊരു ടൈം പീരീഡും ഉണ്ടല്ലേ? അതിന് ഒരുപാട് ജനറേഷൻസിന് ശേഷമാണ് മിഷിഹ വരുന്നത്. ഗെയിൻഡ് ത്രൂ ദ വർക്ക് ഓഫ് മിഷിഹ ഹു ഈസ് ഫാർ എക്സലൻസ് ഓഫ് ദ സീഡ് ഓഫ് ദ വുമൻ. അവിടെ മെൻഷൻ ചെയ്യുന്ന വുമൺ ആരാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ അറ്റ് പ്രസൻറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന വുമൺ ഈവ് ആണ്. പക്ഷേ ഇത് ഈവ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ഈവ് വിച്ച് വി സീ ഇൻ ദിസ് സ്ക്രിപ്ചർ. ദ ഈവ് മെൻഷൻഡ് ഇയർ ഈസ് ദ സെക്കൻഡ് ഈവ് വിച്ച് ഈസ് മദർ മേരി. മദർ മേരിയെ നമ്മൾ വിളിക്കുന്നത് രണ്ടാം ഹൗവ എന്ന, അല്ലേ? അത് രണ്ടാം ഹൗവയുമായിട്ടാണ് ഇതിനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാപങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു പള്ളിയിൽ ജീവിച്ച്, സിനഗോഗിൽ ജീവിച്ച്, അവിടുത്തെ ചുറ്റുവട്ടങ്ങളും അവിടുത്തെ രീതികളുമായിട്ട് ജീവിച്ച്, നമ്മൾ പറയുമ്പം ബർത്ത് സിൻ ഇല്ലാതെ ജീവിച്ച, ഫുള്ളി ഹോളി സ്പിരിറ്റിൻ്റെ ഇതിൽ ജീവിച്ച് ആദ്യത്തെ ഹൗവയ്ക്ക് പറ്റിപ്പോയ തെറ്റുകളെ എല്ലാം പരിഹരിച്ച് രണ്ടാമത്തെ ഹൗവയായിട്ട് ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ ഐ ബിലീവ്, ഐ ട്രസ്റ്റ് വാട്ട് എവർ യു സേ, അങ്ങനെ ദൈവത്തെ വിശ്വസിക്കാത്ത ആദ്യത്തെ ഹൗവയെ പോലെ ആയിരുന്നില്ല, വിശ്വസിക്കുന്ന ഹൗവയായി തീർന്ന് അങ്ങനെ മാതാവാണ് പിന്നീട് ആർക്ക്? മിഷിഹായ്ക്ക് വഴിയൊരുക്കുന്നത്, അല്ലേ? ഗെയിൻഡ് ത്രൂ ദ വർക്ക് ഓഫ് ദ മിഷിഹ അങ്ങനെ പറയുന്നു. അപ്പോൾ ഷീ ഷാൽ ബ്രൂസ് എന്നും പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷീ ഷാൽ ബ്രൂസ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഫുഡ് നോട്ട്സ് നമുക്ക് എപ്പോഴും കാത്തലിക് ബൈബിളിനകത്ത് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, എനിമിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദ വ്യൂമൻ. യു എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സേറ്റനെയാണ്, അല്ലേ? ഇവർ കേട്ട വാക്ക് സേറ്റൻ്റെ വാക്ക്. ദേ ആർ നോട്ട് ബിലീവിങ് ദ ദേ ആർ നോട്ട് ഗിവിങ് ദ ഇയർ ടു ഫാദർ ദ ഓൾമൈറ്റി. ഇൻസ്റ്റെഡ് ഓഫ് ഫാദർ ദേ ആർ ഗിവിങ് ദ ഇയർ ടു ദ സേറ്റൻ. സോ ബിറ്റ്വീൻ സേറ്റൻ ആൻഡ് ദ വുമൺ. അപ്പോൾ സേറ്റൻ ആൻഡ് ദ വുമൺ, അതായത് മാതാവുമായിട്ടാണ് പ്രധാനമായിട്ടും എനിമിറ്റി ഉള്ളത്, അല്ല? എനിമിറ്റി ഈസ് ബിറ്റ്വീൻ സേറ്റൻ ആൻഡ് ദ വുമൺ. അപ്പം എന്തുകൊണ്ടാണ് മാതാവായിട്ട്? നമ്മളിപ്പോൾ മാതാവിൻ്റെ രൂപം ശ്രദ്ധിച്ചറിയാം. മാതാവാണ് ഒരു സർപ്പത്തിൻ്റെ തലയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നത്, അല്ലേ? ഒരു സർപ്പൻ്റെ തലയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നതായിട്ട് മാതാവിനെ കാണിക്കുന്നത്. അപ്പോൾ മാതാവാണ് ശരിക്കും ആദ്യമായിട്ടും മനുഷ്യവർഗത്തിൽ പൂർണ്ണമായിട്ടും പാപങ്ങളില്ലാതെ ജീവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് മാതാവ് വിജയം വരിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷം മിഷിഹ മാതാവിൽ നിന്ന് വരുന്നു. മിഷിഹ ഈസ് ബോൺ ഫ്രം ദ മദർ മേരി. ആൻഡ് വാട്ട് ഹാപ്പനിങ്? ഹീ ഷാൽ ബ്രൂസ് യുവർ ഹെഡ്. ബ്രൂസ് ചെയ്തു സാത്താൻ്റെ തല തകർത്തല്ലേ? ഹീ ഷാൽ ബ്രൂസ് ദ ഹെഡ് വെയർ കുരിശിൽ. നീതിമാൻ്റെ രക്തം കുരിശിൽ ചിന്തപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പരാതിക്കാരൻ എന്ന അർത്ഥം, അല്ലേ? ഈ ഓൾവേസ് ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട് അസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോർഡ് ദ ഓൾമൈറ്റി. സോ അതുകൊണ്ട് അവന് പരാതിപ്പെടാൻ പറ്റുന്നില്ല, അല്ലേ? നീതിമാൻ കുരിശിൽ മരണം ഏറ്റുവാങ്ങിയപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്, അങ്ങനെയാണ് സാത്താൻ്റെ തല തകർത്തത്. അപ്പോൾ തന്നെ കുരിശിൽ അവൻ കുരിശിൽ ആണി തറച്ചോ യേശുവിൻ്റെ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് യു ഷാൽ ബ്രൂസ് ഹിസ് ഹീൽ. അപ്പോൾ ഈ ഒരു പ്രൊഫസി ഏകദേശം നൂറ്റാണ്ടുകൾക്ക്, അല്ലേ, പതിറ്റാണ്ടുകൾക്ക് മുൻപ്, സെഞ്ചുറീസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശം 10,000 years ഇപ്പോഴായിട്ട് നമ്മൾ നോക്കുമ്പോൾ 10,000 to 20,000 years ഒക്കെ ഒരുപാട് ബാക്കിലേക്ക് ഈ ഒരു പ്രോഫസി പിതാവായ ദൈവം തന്നെ
the Father, the Almighty itself saying this prophecy at first before all the prophets. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. പിന്നെ നമ്മളിവിടെ കാണുന്നു അതിനുശേഷം ഗോഡ് മെയ്ഡ് ഫോർ ആദം ആൻഡ് ഫോർ ഹിസ് വൈഫ് ഗാർമെൻറ്റ് ഓഫ് സ്കിൻ ആൻഡ് ക്ലോത്ത് ദം. മനുഷ്യന് വേണ്ടി മനുഷ്യന് തന്ന ഒരു മൃഗത്തെ കൊന്നിട്ട് അതിൻ്റെ സ്കിൻ ഉപയോഗിച്ച് ക്ലോത്ത് ചെയ്യുന്നു. ആദ്യത്തെ ബലി അവിടെ നടക്കുകയാണ്. അവിടെ പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് മൃഗങ്ങളിൽ ബലി അർപ്പിക്കുന്നതായിട്ട്. പക്ഷേ ആദ്യത്തെ ഒരു ബലി ഇവിടെയാണ് നടക്കുന്നത്. എന്തിനാണ്? മനുഷ്യൻ്റെ ഒരു കുറവിനെ മറയ്ക്കാനായിട്ട്, ആ ഒരു സിൻഫുൾ കണ്ടീഷനെ മറയ്ക്കാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? അവർ പച്ചില കൊണ്ടാണ് അവർ മറച്ചതെന്നാണ് പറയുന്നത് അല്ലേ? ഫിഗ് ട്രീയുടെ ഇല കൊണ്ട്. ഫിഗ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ഫിഗ് ട്രീ എന്ന് പറയുന്നത് അത്തിമരത്തിൻ്റെ ഇലയെന്നാണ് പറയുന്നത്. അപ്പം യേശു ക്രൂശിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത്തിമരത്തെ ശപിക്കുന്നുണ്ട്, നിന്നിൽ ഫലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന്, ഇനിയും ഫലങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഫിഗ് ട്രീ ഈസ് ദ ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എന്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്? ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ ട്രീയുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് അവർ ഫിഗ് ട്രീയെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇല കൊണ്ട് മറിച്ച ആദം ആൻഡ് ഈവിനെ പിതാവായ ദൈവം എന്താ ചെയ്തത്? നമ്മൾ ശിക്ഷിച്ചു എന്നാണ് പഠിക്കുന്നത്. പക്ഷെ എന്താ ചെയ്തത്? അവർക്ക് മറിക്കാനായിട്ട് നല്ലൊരു തോലും കൊണ്ട് ഒരു ക്ലോത്ത്, സ്കിൻ കൊണ്ട് ഒരു ക്ലോത്ത് ഉണ്ടാക്കി അവരെ ധരിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? സോ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്? ദെൻ ദ ലോർഡ് സെഡ്, ബിഹോൾഡ് ദ മാൻ ഹാസ് ബിക്കം ലൈക്ക് വൺ ഓഫ് അസ്. അല്ലേ? ഇപ്പം അറ്റ് പ്രസൻറ്റ് എന്ത് പറ്റി? നേരത്തെ ദൈവമായിരുന്നു തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഗുഡ് ആൻഡ് ഈവിൾ. അതിനുള്ള ഒരു മെച്യൂരിറ്റി വരുന്നതിന് മുൻപ് തന്നെ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്തു? അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താ? ഗുഡ് ആൻഡ് ഈവിൾ. നൗ അറ്റ് പ്രസൻറ്റ് മാൻ നോസ് ഗുഡ് ആൻഡ് ഈവിൾ ലൈക്ക് വൺ ഓഫ് അസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ അവൻ പഠിച്ചേ പറ്റൂ ഗുഡ് എന്താ ഈവിൾ എന്താന്ന്. അതിനവൻ എന്ത് ചെയ്യണം? അതിനൊരു യൂണിവേഴ്സിറ്റി പോകുന്ന പോലെ അവൻ അതിൻ്റെ സ്ഥലത്ത് പോയി പഠിക്കണം അല്ലേ? അതിൻ്റെ സ്ഥലത്ത് പോയി പഠിക്കാനായിട്ട് അവനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ എന്താ പറയുന്നത്? നൗ ലെസ്റ്റ് ഹി പുട്ട് ഫോർത്ത് ഫ്രം ഹിസ് ഹാൻഡ് ആൻഡ് ടേക്ക് ഓൾസോ ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് ഈറ്റ് ആൻഡ് ലീവ് ഫോർ എവർ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പാപാവസ്ഥ, ദാറ്റ് സിൻഫുൾ കണ്ടീഷൻ, അറ്റ് പ്രസൻറ്റ് ഒരു സിൻഫുൾ കണ്ടീഷൻ, ദേ ഗീവ് ദ ഹിയർ ടു ദ സേറ്റൻ ആൻഡ് ദേ ബിലീവ് ദ വേർഡ് ഓഫ് സേറ്റൻ ഇൻസ്റ്റെഡ് ഓഫ് ഫാദർ ദ ഓൾമൈറ്റി. ഫാദർ ഓഫ് ഓൾമൈറ്റിയുടെ വാക്ക് കേൾക്കേണ്ടതിന് പകരം ദൈവം ഇത്രയും സമീപസ്ഥനായിരുന്ന, ദൈവം ഇത്രയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ആളെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ആദം ആൻഡ് ഈവിനെ പോലെ. കാരണം അവരുടെ കൂടെ ലോർഡ് ഈസ് വാക്കിംഗ് വിത്ത് ദം ഇൻ ദ ഗാർഡൻ. ഗോഡ് ഈസ് ഓൾവേസ് ബി വിത്ത് ദം ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഇൻ ദ പാരഡൈസ്. അങ്ങനത്തെ ദൈവത്തെ മുഖാമുഖം ഫേസ് ടു ഫേസ് കണ്ടിരുന്ന അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചല്ലേ? അതൊരു വലിയ തെറ്റാണത്. അപ്പം ആ ഒരു തെറ്റിൽ നിൽക്കുമ്പോൾ അറ്റ് ദാറ്റ് സിൻഫുൾ കണ്ടീഷൻ, ഇഫ് ദേ ടേക്ക് ദ if they take the fruit from tree of life, what will happen? They will live forever. ആ ഒരു സിൻഫുൾ കണ്ടീഷനിൽ അവർ ലീവ് ഫോർ എവർ ആവും. അതാരാണ്? അതിന് ഒരു ഉദാഹരണം ആരാ? സേറ്റൻ. അപ്പം സേറ്റനെ പോലെയാകും. അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവം പിന്നീട് കാണുന്നുണ്ട്, ഹി ഡ്രോ ഔട്ട് ദ മാൻ ആൻഡ് at the east of the garden of Eden he placed the cherubim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖമാർ, and a flaming sword which turned every way to guard the way of the tree of life. അങ്ങനത്തെ ഒരു സ്വോർഡും കൊടുത്ത് അവരെ അവിടെ നിർത്തി, അതിലേക്ക് മനുഷ്യൻ പ്രവേശിക്കാതിരിക്കാനായിട്ട്. പക്ഷെ മനുഷ്യൻ പ്രവേശിക്കാതിരിക്കാനായിട്ട് ചെയ്തിട്ട് ദൈവം മനുഷ്യനെ വിടുകയാണ് ചെയ്യുന്നത് ഭൂമിയിലേക്ക്. പക്ഷെ ദൈവം അപ്പോഴൊരു ഹെൽപ്പ് ഹാൻഡ് കൊടുക്കുന്നുണ്ടല്ലേ? ആരാ ഹെൽപ്പ് ഹാൻഡ്? ഇവിടെ പറയുന്ന പോലെ ജീസസ് വരും, മിഷിഹ ജീസസ് ദ സേവിയർ വരും എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിനൊരു പിന്നെ നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ, താഴെ ഷെയ്ഡിൽ ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രീനിൽ കാണുന്നതായിട്ടുള്ള ഈ പാസേജസ് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഇതിൻ്റെ റെഫറൻസ് ആണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ട്രൂലി ആമീൻ ഐ സേ ടു യു ഹി ഹൂ ബിലീവ്സ് has eternal life. I am the bread of the life. Your father ate manna in the wilderness and they died. This is the bread which comes down from heaven, that a man may eat of it and not die. I am the living bread which came down from heaven. If anyone eat of this bread, he will live forever and live forever here as well. So
അതെന്താ സംഭവിക്കുന്നത്? ജനറേഷൻസ് ഗോൺ അല്ലേ, ഒരുപാട് ജനറേഷൻസ് കഴിഞ്ഞു. അബ്രഹാം ഒരുപാട് സന്തതികളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ ആദം ആൻഡ് ഈവിന് ഈ പറഞ്ഞ പോലെ സെയിം ഒരുപാട് ജനറേഷൻസ് പോയി കഴിഞ്ഞിട്ട് അബ്രഹാമിനെ സെലക്ട് ചെയ്തു ഈ ഒരു പദ്ധതി, ദൈവത്തിൻ്റെ ആ ഒരു മിഷൻ നടപ്പിലാക്കാൻ അബ്രഹാമിനെ സെലക്ട് ചെയ്തു. പിന്നെ ഈ മോശ വരുന്നു, മോശയിലൂടെ ഇസ്രായേൽ ജനം, അതിനിടയ്ക്ക് ജാക്കോബിനെ വിളിക്കുന്നു. അങ്ങനെ ആ ഒരു സാൽവേഷൻ ഹിസ്റ്ററിക്ക് ശേഷം മനുഷ്യനെ ഒന്ന് ഗ്രൂം ചെയ്ത് നല്ല രീതിയിൽ അവൻ തെറ്റും ശരിയും മനസ്സിലാക്കാൻ അവൻ പാകപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ ഒരു സമയ പൂർത്തീകരണത്തിൽ ദൈവം എന്ത് ചെയ്തു? എൻ്റെ ഏകജാതനെ, അത് ഓൺലി സണ്ണിനെ ഭൂമിയിലേക്ക് അയക്കുകയോ ചെയ്യുന്നല്ലേ. അങ്ങനെ അയച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പണ്ട് തടസ്സപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പണ്ട് മനുഷ്യന് അറിവില്ലാത്ത സമയത്ത് അവൻ പറിച്ചു തിന്ന ആ ഒരു ഫ്രൂട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് അവനെ ശരിയായ രീതിയിൽ ഗ്രൂം ചെയ്തെടുത്തിട്ട് അവൻ എന്ത് കൊടുത്തു? അവന് ട്രീ ഓഫ് ലൈഫ് ഇവിടെ കൊടുക്കുകയാണല്ലേ. ട്രീ ഓഫ് ബ്രെഡായിട്ട്, ഇപ്പോൾ ബ്രെഡ് എന്ന് പറയുന്നൊരു ഫ്രൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പം ദ ക്രോസ് ഈസ് ദ ന്യൂ ട്രീ ഓഫ് ലൈഫ് ആണെങ്കിൽ അതിൻ്റെ ഫ്രൂട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫ്ലഷ് അല്ലേ. അപ്പം അതിനെയാണ് ബ്രെഡായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ ആ ബ്രെഡാണ് ഇവിടെ ഐ ആം ദ ലിവിങ് ബ്രെഡ് വിച്ച് കെയിം ഡൗൺ ഫ്രം ദ ഹെവൻ ഇഫ് എനിവൺ ഈറ്റ് ഓഫ് ദിസ് ബ്രെഡ് ഹി വിൽ ലീവ് ഫോർ എവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീവ് ഫോർ എവർ ഇവിടെയും വരുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് ട്രീ ഓഫ് ലൈഫ് നമുക്ക് വീണ്ടും കിട്ടുന്നത്. മനുഷ്യനായ നമ്മൾ മരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് മരണമില്ല. കാരണം എന്താ? നമ്മൾ ഇത് കഴിക്കുന്നുണ്ട്, നമ്മൾ യേശുവിനെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇറ്റേണൽ ലൈഫ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആദ്യമായിട്ട് ജീസസ് ആർക്കാണ് എന്നിട്ട് കൊടുത്തത്? ആദ്യമായിട്ട് മോർസൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ തിരുശരീരം, അതേപോലെ ഈ പറയുന്ന ബ്രെഡ്, അതിൻ്റെ ചെറിയൊരു രൂപം, നമ്മളിപ്പോൾ കഴിക്കുന്ന ഓസ്തിയുടെ ചെറിയൊരു അപ്പമല്ല നമ്മളിപ്പോൾ കഴിക്കുന്നത്, അതിനാണ് മോർസൽ എന്ന് പറയുന്നത്. പക്ഷേ അത് ആദ്യം കൊടുത്ത ആർക്കാ? ഹി ഗീവ് ഇറ്റ് ടു ദ ജൂദാസ്. കൊടുത്തത് ആർക്കാ? ജൂദാസിന് കൊടുത്തപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ, ഈ ഒരു പാസേജ് നമുക്ക് ഇവിടെ കിട്ടും. ജൂദസിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ജൂദസിന് കൊടുത്തപ്പോൾ ജൂദസ് ഏത് കണ്ടീഷനിലായിരിക്കുന്നത്? അവൻ ഈവിള് തിരഞ്ഞെടുത്തിട്ട്, യേശുവിനെ ബിട്രേ ചെയ്യണമെന്നുള്ള ഈവിള് തിരഞ്ഞെടുത്തിട്ട് അവൻ ഇരിക്കുന്നൊരു സമയമാണ് അല്ലേ. അവൻ്റെ മനസ്സിൽ മുഴുവൻ ഈവിളാണ്. ഈ ബിട്രേ ചെയ്യണം, അതിൽ നിന്ന് കാശുണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയുമായിട്ടിരിക്കുന്നവനാണ് അവൻ. അപ്പോൾ അവൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് യേശു വെറുതെ അവന് കൊടുക്കുകയായിരുന്നില്ല ചെയ്തത്, ജീസസിൻ്റെ കൂടെ നടത്തി അല്ലേ. ജീസസ് വോക്ക് വിത്ത് ഹിം ത്രൂ ഔട്ട് ദ എൻറ്റയർ 3 years ഓഫ് ഹിസ് മിഷൻ ലൈഫ് അല്ലേ. ആ ഒരു ടൈമിൽ ഈസ് വൺ ഓഫ് ദ അപ്പസ്റ്റോൾ. അതെല്ലാം കഴിഞ്ഞ് ഗ്രൂം ചെയ്ത് ഏറ്റവും നല്ലൊരു പഠിപ്പിച്ച് വലുതാക്കിയിട്ടാണ് അവൻ എന്ത് കൊടുത്തത്? അവന് ഈ പറഞ്ഞ മോർസൽ കൊടുത്തത്. പക്ഷെ മോർസൽ കൊടുക്കുന്ന ആ സിറ്റുവേഷൻ മറ്റ് ശിഷ്യന്മാരെ പോലെ ആയിരുന്നില്ല അവനല്ലേ. അവൻ എന്താ ചെയ്തത്? അവൻ ആ ഒരു ഈവിള് മനസ്സിൽ വെച്ച് അവൻ ഈവിള് സെലക്ട് ചെയ്തിട്ടിരിക്കുക. ബാക്കി ശിഷ്യന്മാർ ഈവിള് സെലക്ട് ചെയ്തിട്ടല്ല ഇരുന്നത്, അവരെല്ലാവരും ഗുഡ് സെലക്ട് ചെയ്ത് അവർ പിശിഹായെ സ്നേഹിച്ച് അവിടെ ഇരുന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവൻ ബിട്രേ ചെയ്യാനായിട്ടുള്ള മനസ്സുമായിട്ടിരുന്നു. അതുകൊണ്ട് അവൻ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? സേറ്റൻ എൻറ്റേർഡ് ഇൻ ടു ഹിം അല്ലേ. സേറ്റൻ എൻറ്റേർഡ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാലും മറ്റുള്ളവരോട് എന്തെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിച്ച ശേഷം മാത്രമേ നമ്മളത് സ്വീകരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ഈവിൾ നിൽക്കുമ്പോൾ നമ്മളൊരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ സേറ്റൻ എൻറ്റേർഡ് ടു ഹിം. ജീസസ് സേഡ് ടു ഹിം ഹാവ് ഐ ആർ ഗോയിങ് ടു ഡു ക്വിക്ക്ലി. എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? അത് പോയി ചെയ്യുക എന്നത് യേശുവിന് അതറിയാം അല്ലേ. മറ്റുള്ളവർക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, മറ്റു ശിഷ്യന്മാർക്ക്. യേശുവിന് അത് അവനിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. സേറ്റൻ്റെ ആത്മാവ്, അതായത് ഈവിൾ സ്പിരിറ്റാണ് അവനെ പ്രവർത്തിക്കുന്നത്, ഹോളി സ്പിരിറ്റ് അല്ല. അപ്പം അതാണ് ഇവിടെ. അപ്പം അതുകൊണ്ടാണ് അന്ന് അവർക്ക് അത് നിഷേധിച്ചത്. ദൈവം ഒരിക്കലും ആദം ആൻഡ് ഈവിനെ ശിക്ഷിക്കുകയായിരുന്നില്ല, പാരദൈസിൽ ചെയ്ത് അവരെ രക്ഷിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി ഒരു സാൽവേഷൻ ഹിസ്റ്ററി ഒരുക്കി വെക്കുകയായിരുന്നു ദൈവം അവിടെ ചെയ്തത്. നമുക്ക് അതിനൊരു ക്ലാരിറ്റി അവിടെ കിട്ടിയല്ലേ. അത് കഴിഞ്ഞിട്ട് ആദം ആൻഡ് ഈവ് എന്താ ചെയ്തേ? ആദം ആൻഡ് ഈവ് പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. ആദ്യത്തെ കുഞ്ഞിൻ്റെ പേര് കെയിനെന്നും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് ഏബിലെന്നും. അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ രണ്ടുപേരും ഒരു കാഴ്ച, അതായത് ഒരു ഓഫറിങ് ദൈവത്തിന് വയ്ക്കുകയാണ്. അവർ ഓഫറിങ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ ലോർഡ് ഹാഡ് റിഗാർഡ് ഫോർ ഏബൽ ആൻഡ് ഹിസ് ഓഫറിങ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏബലിനെയാണ് ഫസ്റ്റ് നോക്കുന്നത് അല്ലേ. ഏബലിൻ്റെ ഹൃദയത്തെയും അവൻ്റെ ഉള്ളിലെ ഈവിളാണോ, അവൻ്റെ ഈ ഗുഡ് ആണോ ഈവിളാണോ എന്നാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫറിങ്ങിലല്ല നോക്കുന്നത്, വാട്ട് യുവർ ഓഫറിങ് എന്നല്ല ദൈവം നോക്കുന്നത്, അതിൻ്റെ വലുപ്പത്തെ അല്ല ദൈവം നോക്കുന്നത്. അവിടെ നോക്കുന്നത് എന്താ? ഏബലിൻ്റെ
ഹൃദയ നന്മയാണ്, ഗുഡ്നെസ്സിനെയാണ് നോക്കുന്നത്. അപ്പം നോക്കിയപ്പം ഏബൽ എന്നുണ്ട്, കൊള്ളാം. ലോഡ് ഹാഡ് റിഗാർഡ് ഫോർ ഏബൽ ആൻഡ് ഹിസ് ഓഫറിങ്. അത് ദൈവം പ്രസാദിച്ചു അവന്. ഹിസ് മൈൻഡ് ഈസ് ഫുൾ ഓഫ് ഗുഡ് തിങ്സ്. സോ അങ്ങനെ. പക്ഷേ കെയിനിലേക്ക് വരുമ്പോൾ എന്താ വരുന്നത്? കെയിൻ ആൻഡ് ഹിസ് ഓഫറിങ് ഹി ഹാഡ് നോ റിഗാർഡ്. കാരണം എന്താ? കെയിൻ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഹിസ് മൈൻഡ് ഈസ് ഫുൾ ഓഫ് എൻവി. എൻവി എന്ന് പറയുന്നത് അസൂയ, ഏബിളിനോടുള്ള അസൂയയും. നമുക്ക് പിന്നീട് പോകുമ്പോൾ മനസ്സിലാവും, ആംഗ്രി വരുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നീട് അവൻ ഏബിളിനെ കൊല്ലുന്നു. അവൻ്റെ മൈൻഡിൽ മർഡർ എന്നുള്ള ഒരു ഈവിൾ സ്പിരിറ്റ് അവന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലാണ് കെയിന് ഓഫർ ചെയ്യുന്നത്. അപ്പം എന്താ പറയുന്നത്? ലോഡ് ഹാഡ് റിഗാർഡ് ഫോർ ഏബൽ. ഏബലിൻ്റെ മനസ്സ് കണ്ടിട്ട് അത് നല്ലതെന്ന് കണ്ടു. അപ്പോൾ അവൻ്റെ ഓഫറിങ്ങും ദൈവം പ്രസാദിച്ചു. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് കെയിൻ ആൻഡ് ഹിസ് ഓഫറിങ് ഹി ഹാഡ് നോ റിഗാർഡ്. അപ്പോൾ എന്താ സംഭവം? കെയിനിലും അതിനൊരു ക്ലാരിറ്റി നമുക്ക് ന്യൂ ടെസ്റ്റമെൻറ്റിൽ കിട്ടും. ന്യൂ ടെസ്റ്റമെൻറ്റ് യേശു വരുമ്പോൾ യേശു നോക്കുമ്പോൾ എന്താ? റിച്ച് പുട്ടിങ് ദെയർ ഗിഫ്റ്റ് ഇൻ ടു ദ ട്രഷറി ആൻഡ് ഹി സോ എ പുവർ വിഡോ പുട്ട് ഇൻ ടു കോപ്പർ കോയിൻസ് മാത്രമാണ് പുവർ വിഡോ ഇട്ടതല്ലേ. പക്ഷേ അവിടെ എന്താ യേശു നോക്കുന്നത്? ഹി സോ എ പുവർ വിഡോ ആൻഡ് യേശു നോക്കുന്ന ഹൃദയം നോക്കിക്കേ. പുവർ വിഡോ ഹാസ് പുട്ട് ഫോർ ദേ ഓൾ കോൺട്രിബ്യൂട്ടഡ് ഔട്ട് ഓഫ് ദെയർ അബൻഡൻസ് ബട്ട് ഷീ ഔട്ട് ഓഫ് ഹെർ പോവർട്ടി പുട്ട് ഇൻ ഓൾ ദ ലിവിങ് ദാറ്റ് ഷീ ഹാഡ്. അപ്പം യേശു നോക്കുന്നത് ആ പൂർ വിഡോയുടെ എന്തു ഇട്ടു എന്നല്ല, ഇട്ടത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇട്ടത് ഇവരല്ലേ, വലിയ വലിയ കാര്യങ്ങളായിട്ട് ട്രഷറി ഗിഫ്റ്റൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അതല്ല അവരിട്ടത്, അവർ ചെറിയ കാര്യമായിട്ട് ഇട്ടതിൻ്റെ വലുപ്പം വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്മ ദൈവം പ്രസാദിക്കേണ്ടത് റിഗാർഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആരില്ല, റിച്ചില്ല റിഗാർഡ് ചെയ്യേണ്ടത്. പക്ഷേ ദൈവം റിഗാർഡ് ചെയ്തത് ആരില്ല, ഈ പ്രൂവറായിട്ടുള്ള വിഡോയില്ല. പൂർ വിഡോയ്ക്ക് വേണമെങ്കിൽ എനിക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ച് പോകാമായിരുന്നല്ലേ. പക്ഷെ പൂർ വിഡോ ഉള്ളതിൽ നിന്നും ഏറ്റവും നല്ലത് നോക്കിയിട്ടു. അപ്പോൾ അവരുടെ മനസ്സാണ് ദൈവം കണ്ടത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതിനുശേഷം നമുക്കറിയാം കെയിൻ എൻവി കാരണം ഏബലിനെ കൊല്ലുന്നു. അതിനുശേഷം കെയിനും ഒരുപാട് ഡിസെൻഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പെറിഷായി പോകും. ദേ ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദ സാൽവേഷൻ ഹിസ്റ്ററി എനിമോർ. അവരെങ്ങനെയാണ് പെറിഷ് ആവുന്നതെന്നും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ആൻഡ് ആദം ന്യൂ ഹിസ് വൈഫ് അഗെയിൻ ആൻഡ് ഷീ ബോർ എ സൺ ആൻഡ് കോൾഡ് ഹിം ഹിസ് നെയിം സേത്ത് എന്ന് അവനെ വിളിച്ചു. അപ്പം സേത്ത് എന്ന് പറഞ്ഞൊരു വീണ്ടും ഒരു കുഞ്ഞ് അവർക്കുണ്ടാവുന്നു. അവരുടെ ജനറേഷൻസ് വീണ്ടും വരുന്നു. അപ്പം ഒരു നന്മയും ദൈവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈം മെൻ ബിഗാൻ ടു കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോഡ്. അവർ സേത്ത് ജനിച്ച് കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവായിട്ട് സംതിങ് അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നതായിട്ട്. അത് കഴിഞ്ഞിട്ട് 6ലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സേത്തിൻ്റെ ജനറേഷൻസിൽ വരുന്നതാണ് ആര്? നോഹ്. പക്ഷെ സേത്ത് ജനിച്ച ശേഷം ദൈവം നോക്കുമ്പം ദ ലോഡ് സോ ദാറ്റ് ദ വിക്കഡ്നെസ് ഓഫ് മാൻ വാസ് ഗ്രേറ്റ് ഇൻ ദ എർത്ത് ആൻഡ് ദാറ്റ് എവറി ഇമാജിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹെർട്ട് വാസ് ഓൺലി ഈവിൾ കണ്ടിന്യൂലി. അപ്പം ആ സമയത്ത് ദൈവം നോക്കുമ്പോൾ ലോകത്ത് എല്ലാവരുടെ മനസ്സിൽ വിക്കഡ്നെസ് ആണ് അല്ലേ, അതായത് ഒരു നന്മ കാണുന്നില്ല, എല്ലാവരുടെ മനസ്സിൽ ഈവിളാണ് ഉള്ളത്. അപ്പം അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഇവിടെ ഉള്ളത് ഏബലിൻ്റെ പിന്നെ ജനറേഷൻസ് ഉണ്ടായില്ല, അവനെ കൊന്നു കെയിൻ്റെ ജനറേഷൻസാണ് മെയിനായിട്ടും ലോകത്തുള്ളത്. അപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ബൈബിൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക ആ ഈവിൾ മെൻറ്റാലിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലോകത്തിൽ പ്രധാനമായിട്ട് വിക്കഡ്നെസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നത്. പക്ഷേ ലോഡ് അവിടെ കണ്ട ഒരു കാര്യം, ഐ ഹാവ് ക്രിയേറ്റഡ് ദ ഫേസ്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം വളരെയേറെ ദുഃഖിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. മനുഷ്യനെ ഏൽപ്പിച്ച മൃഗത്തോടും ഒക്കെ ദൈവത്തിന് അതൃപ്തി തോന്നുന്നതായിട്ട് നമുക്കവിടെ കാണാം. പക്ഷേ നോഹ് ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോഡ്. ലോഡിൻ്റെ മനസ്സിൽ നോഹയ്ക്ക് എന്താ ഒരു നോഹയെ മാത്രം ദൈവം നീതിമാനായിട്ട് അവരുടെ ഇടയിൽ കാണുകയാണ് അല്ലേ, റിച്ചസ്നെസ് മാനായിട്ട് കാണുകയാണ്. അപ്പം ബാക്കി എല്ലാവരും വിക്കഡ്നെസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ദൈവം അവിടെ കാണുന്നത്. അപ്പം നോഹയെ അതുകൊണ്ട് എന്ത് ചെയ്തു? നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, ഷേം, ഹാം, യാഫത്ത്. അപ്പോൾ ഈ 3 മക്കളും നോഹയെ മാത്രം ദൈവം റൈച്ചസ് മാനായിട്ട് കാണുന്നതുകൊണ്ട് നോഹയെ മാത്രം ദൈവം അവരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നോഹയെ മാത്രം എക്സ്ക്ലൂഡിങ് നോഹ എവ്രി വൺ ഈസ് ഗോയിങ് ടു ഡൈ. അപ്പം ഗ്രേറ്റ് ഫ്ലഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഗ്രേറ്റ് ഫ്ലഡിന് ശേഷം നോഹ ആൻഡ് ഹിസ് ഫാമിലി എവറി വൺ ഈസ് ഡൈയിങ് അല്ലേ, എവറി വൺ ഈസ് പെരിഷ് ഇൻക്ലൂഡിങ് ദ ജനറേഷൻസ് ഓഫ്
കെയിനിൻ്റെ എല്ലാ ജനറേഷനും അതോടുകൂടി നശിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് നോഹയുടെ ജനറേഷനായിട്ടുള്ള 3 പേര്, ഈ മക്കൾ മാത്രമാണ്, അവരുടെ ജനറേഷൻസ് മാത്രമാണ് പിന്നെ ലോകത്തുണ്ടായിരുന്നത്. അതിനകത്ത് ഷേം, ഹാം, യാഫത്ത് ഈ 3 മക്കളാണ് പിന്നീട് ഈ ആർക്കിൽ നിന്ന് പുറത്തു വന്ന ജനറേഷൻ. അവരുടെ കൂടെ കുറച്ച് മൃഗങ്ങളെ ക്ലീൻഡായിട്ടും അൺക്ലീൻഡായിട്ടുള്ള കുറച്ച് മൃഗങ്ങളെ അവർ ആർക്കിൽ കയറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ആർക്കിൽ കയറ്റുമ്പം ആ പേടകത്തിൽ കയറ്റുമ്പം അവർ മാത്രമാണ് പിന്നീട് ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുന്നത്. അപ്പോൾ ഈ പെരുകുന്നതിനകത്ത് ഷേം, ഹാം, യാഫത്ത് ഈ 3 മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഷേമിൻ്റെ സന്തതി പരമ്പരകൾ യൂസ് ചെയ്ത സെമിറ്റിക് ലാംഗ്വേജിനകത്ത് വരുന്ന ഏറ്റവും ലിറ്റർജിക്കലായിട്ട് ലാംഗ്വേജായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിറിയക് ലാംഗ്വേജ്, യേശു സംസാരിച്ച ലാംഗ്വേജാണ് അരമായിക്. അതിൻ്റെ ഒരു പോളിഷ്ഡ് വേർഷനാണ് സിറിയക് ലാംഗ്വേജ്. അത് ഷെമിറ്റിക് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഷേമിൻ്റെ ജനറേഷൻസ് യൂസ് ചെയ്ത ലാംഗ്വേജാണ് ഷെമിറ്റിക് ലാംഗ്വേജ്. അപ്പോൾ ഈ ഷേം വളരെ ഒരു അനുഗ്രഹിച്ച പുത്രനായിരുന്നു. ബ്ലെസ്ഡ് സൺ ഓഫ് നോഹ് ബ്ലെസ്ഡ് ഷേം, നോഹ് കേഴ്സ്ഡ് ഹാം, നോഹ് ബ്ലെസ്ഡ് ജാഫത്ത്. അപ്പം എന്താ കാരണം? ഹാമിന് നോഹയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിന് കാരണം ബൈബിൾ പറയുന്നുണ്ട്. ഹാമിനെ കേഴ്സ് ചെയ്യുന്നുണ്ട്, ശപിക്കുന്നുണ്ട്. ഹാംസ് ഡിസെൻഡൻസ്, ഹാം ജനറേഷൻസ് വുഡ് ബി എ സെർവൻറ്റ് ടു ഷേം ആൻഡ് ഷേമിന് സെർവൻ്റ് ആവും എന്നാണ് പറയുന്നൊരു അങ്ങനത്തെ ഒരു ശാപം കൊടുക്കുന്നുണ്ട് ഹാമിന്. പക്ഷേ ഷേം വാസ് എ ബ്ലെസ്ഡ് വൺ. അപ്പം ഷേമിൻ്റെ ജനറേഷൻസ് ആണ് പിന്നീട് ഈ പറയുന്ന സാൽവേഷൻ ഹിസ്റ്ററിയുടെ മെയിൻ പാർട്ടായിട്ട് പിന്നെ പോകുന്നത്. അപ്പം സെലക്ട് ചെയ്യുന്നത് ഷേമിനെയാണ്. അത് ഈ സെലക്ഷൻ നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റും. അബ്രഹാം ഇനിയിപ്പം ഈ ഷേമിൻ്റെ ഡിസെൻഡൻസി വരുന്നതാണ് ആര്? അബ്രഹാം. നമുക്കിവിടെ വായിച്ചാൽ മനസ്സിലാവും. ഇതോടുകൂടി നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ബൈബിൾ സ്റ്റഡിയുടെ പോർഷൻസ് തീരുകയാണ്. 11th ജെനിസിസ് വരെയാണ് നമ്മുടെ ഫസ്റ്റ്. അപ്പം അതിനകത്ത് നമ്മൾ കാണുന്നത് തെര had lived 70 years. He became the father of Abram, നാഹോർ ആൻഡ് ഹാരാൻ. അപ്പോൾ ഈ അബ്രാം എന്നുള്ളത് അബ്രഹാമിൻ്റെ പഴയ പേരാ അല്ലേ. അബ്രഹാമിൻ്റെ ദൈവം വിളിക്കുന്നതിന് മുൻപുള്ള പേരാണ് അബ്രാം എന്നുള്ളത്. ദൈവം ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ ബൈബിളിൽ അവരുടെ എല്ലാം പേര്, മുൻപുണ്ടായിരുന്ന പേര് ദൈവം മാറ്റുന്നുണ്ട്. അബ്രാമിൻ്റെ പുതിയ പേര് അബ്രഹാം എന്നാണ്. ദൈവം വിളിക്കുന്നതിന് നമ്മൾ 12th കാണുന്നത്, ജെനസിസ് 12 നമ്മൾ കാണുന്നത്. അപ്പം 11 വരെ ഉള്ളതാണ് ദ ഹിസ്റ്ററി ബിഫോർ ദ ഹിസ്റ്ററി. അപ്പം ഹിസ്റ്ററി ബിഫോർ ദ ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇത് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾക്കിത് കാണാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇതേ നോക്കിക്കേ, 1 to 11 എന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം ഇനി അടുത്ത പോർഷൻ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജെനസിസിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ടു മലാക്കി വരെയുള്ള ഓൾഡ് ടെസ്റ്റമെൻറ്റ് മുഴുവനായിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതിനകത്ത് സാൽവേഷൻ ഹിസ്റ്ററീസ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് പോകും. ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ്, അതേപോലെ ജീസസ് ക്രൈസ്റ്റ്, പിന്നെ ഹോളി മേരി, അതേപോലെ ഇവിടെ ട്രിനിറ്റി ഉണ്ട്. അപ്പം ട്രിനിറ്റി അങ്ങനത്തെ 3 എണ്ണം കൂടെ വെച്ചിട്ട് ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ചാപ്റ്റേഴ്സിന് വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കേൾക്കണം. നിങ്ങളെല്ലാവരും കേൾക്കുക മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഇയർ ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. ഐ റെഫർ ദ ബൈബിൾ ഫോർ ദിസ് ടു ടീച്ച് യു. സോ എനിക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളിത് പഠിക്കുക. അത് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടോ അത്രയും ഞാൻ നിങ്ങളിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യും. സോ ഐ എക്സ്പെക്റ്റ് ഫ്രം യു ഗൈസ്. കൂടുതൽ കിട്ടിയതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്നോട് ക്ലാരിറ്റിക്ക് ഡൗട്ട്സ് ചോദിക്കാം. പക്ഷേ നിങ്ങളുടെ പേപ്പേഴ്സ് ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാത്ത് പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.